ഗൈസ്, ഇറ്റ്സ് മീ എംഎസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അവധിയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിലൂടെ അറിയിച്ചു തരുന്നത്. ഇത്തരം വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ ഡിയേഴ്സ്, തൃശ്ശൂർ ജില്ലയിലും വയനാട് ജില്ലയിലും അവധി പ്രഖ്യാപിച്ചു. മലപ്പുറം ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ ഓറഞ്ച് അലേർട്ട് ഉണ്ടായിരുന്ന കോഴിക്കോട് ജില്ലയിലും അവധി പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത്. അതേസമയം തന്നെ കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ തന്നെയാണ് അവധി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതേ കാസർഗോഡ് ജില്ലയിലെ കളക്ടർ ഒരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ട്യൂഷൻ സെന്ററുകളൊക്കെ അനിയന്ത്രിതമായിട്ട് ഇത്തരം അവധി ദിവസങ്ങളിൽ വർക്ക് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ജില്ലാ വില്ലേജ് ഓഫീസർമാരോടും ഇതേക്കുറിച്ച് അന്വേഷിക്കാനും അവരോട് റിപ്പോർട്ട് സമർപ്പിക്കാനും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. സോ ട്യൂഷൻ സെന്ററുകളൊക്കെ നടത്തുന്ന മേധാവികൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം ഇടുക്കി ജില്ലയിലും നാളെ സ്കൂളുകൾക്ക് അവധിയാണ്. പക്ഷേ അത് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന ഗജനപാറ GHSS, ചിത്തിരപുരം GHSS എന്നീ സ്കൂളുകൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റുള്ള സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും എല്ലാം തന്നെ ഇടുക്കി ജില്ലയിൽ അവധി ബാധകമല്ല. അതോടൊപ്പം ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത പ്രകാരം എറണാകുളം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ഒരു സ്കൂളുകൾക്കും എറണാകുളം ജില്ലയിൽ അവധിയല്ല, പ്രൊഫഷണൽ കോളേജുകൾക്കും അവധിയല്ല. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കാണ് എറണാകുളം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, അവധി ഒരു ഹാപ്പി ന്യൂസ് അല്ല, ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിരവധി വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടും വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ പ്രധാനമന്ത്രി പോലും സംസാരിക്കുന്നത്, ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സംസാരിക്കുന്നത് വയനാടിലുണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് രാഷ്ട്രീയവൽക്കരിക്കരുത്, ഇപ്പോൾ വേണ്ടത് മാനുഷിക പരിഗണനയാണ്. മനുഷ്യത്വത്തിനും മതേതരത്വത്തിനും വില നൽകിക്കൊണ്ടുള്ളതാണ്. ഇത്തരം ജീവനുകൾക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എംഎസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.